എല്ലാവർക്കും നമസ്കാരം. അപ്പോൾ വിദേശത്തേക്കുള്ള ഒഴുക്ക് കൂടി വരികയാണ് നമ്മുടെ നാട്ടിൽ. അപ്പോൾ വിദേശത്ത് പോകുന്ന അത്ര ഈസി ആയിട്ടുള്ള കാര്യമാണോ? പോയി കഴിഞ്ഞാൽ അവിടെ നിൽക്കുന്ന സമയത്ത് വല്ല പ്രശ്നങ്ങളും ഉണ്ടാവും. ഒന്നാമത്തെ കാര്യം നമുക്ക് ഈ പാടം കാണാം. ഈ ഒരു മനോഹാരിത, നമ്മുടെ നാടിന്റെ പച്ചപ്പ്, നാടിനെ പറ്റിയുള്ള ചിന്തകൾ, ഇതെല്ലാം ഇപ്പോഴും നമ്മുടെ മനസ്സിനെ അലട്ടിക്കൊണ്ടിരിക്കും. എപ്പോ നമ്മുടെ നാട്ടില് നടന്നിട്ടുണ്ടെങ്കിൽ, കാരണം നമ്മുടെ കുട്ടിക്കാലം ഒക്കെ എൻജോയ് ചെയ്തത് നമ്മുടെ ഈ ഗ്രാമത്തിലാണ്, അല്ലെങ്കിൽ നമ്മുടെ കേരളത്തിലാണ്. അപ്പം അങ്ങനെ കേരളത്തിൽ ജീവിച്ച ഒരാൾ പെട്ടെന്ന് ഇതെല്ലാം വിട്ട് പോകുന്ന സമയത്ത് അവിടെ ഇതൊന്നും ഇല്ലാതാവുമ്പോൾ, പ്രത്യേകിച്ച് മഞ്ഞുകാലമാവുമ്പോൾ ഒറ്റയ്ക്ക് ഇരിക്കേണ്ട ഒരു സമയം വരുമ്പോൾ, അത് ഭയങ്കരമായിട്ട് അവരെ മനസ്സിനെ നന്നായിട്ട് സ്വാധീനിക്കും. അപ്പോൾ സ്വാഭാവികമായിട്ടും നല്ല സുഹൃത്തുക്കൾ അവിടെ ഇല്ലെങ്കിൽ, ഒറ്റപ്പെട്ട് ഇരിക്കുകയാണെങ്കിൽ അവർക്ക് ഡിപ്രഷൻ വരാനുള്ള സാധ്യതയുണ്ട്. ഡിപ്രഷൻ വരുന്നതെന്ന് മനസ്സിലാക്കിയാൽ ഉടനെ ഡോക്ടറെ കാണണം. പലരും അത് മറച്ചു വെച്ച് അങ്ങോട്ട് പോകാറുണ്ട്. സാരമില്ല, ഇത് ഡിപ്രഷൻ ആവില്ല എന്നൊക്കെ വിചാരിച്ച് നടക്കാറുണ്ട്. പക്ഷെ ഒരു ഡോക്ടറുടെ സഹായം തേടിയില്ലെങ്കിൽ അവർക്കുണ്ടാവുക ഭാവിയിൽ വലിയ വലിയ പ്രതിസന്ധികളും അവസാനം ആത്മഹത്യയിലേക്ക് വരെ എത്താനായിട്ട് സാധ്യതയുണ്ട്. അപ്പോൾ വിദേശത്ത് പോകുമ്പോൾ ഒന്നാമത്തെ കാര്യം മനസ്സിനെ പറഞ്ഞ് മനസ്സിലാക്കണം, ഈ ഒരു പച്ചപ്പും കാര്യങ്ങളൊന്നും അവിടെ ഇല്ല. മഞ്ഞൊക്കെ 2 ദിവസം കാണാൻ രസം ഉണ്ടാവും. മൂന്നാമത്തെ ദിവസം തൊട്ട് നമുക്കുണ്ടാവുന്ന പ്രശ്നം എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ സ്വാഭാവികമായിട്ട് നമ്മൾ ചിന്തിച്ചു പോകും, എന്തിനാണ് എനിക്ക് എൻ്റെ നാടിനെ മിസ് ചെയ്യുന്നുണ്ടല്ലോ എന്ന് പറഞ്ഞ് മനസ്സ് ഭയങ്കരമായിട്ട് അതിനെ തേടിക്കൊണ്ടിരിക്കും. അപ്പോൾ നമ്മൾ ആദ്യമേ മെന്റലിയാണ് പ്രിപ്പയർഡ് ആവേണ്ടത്. പോവുകയാണെങ്കിൽ ഉറപ്പിക്കണം, ഞാൻ ഇത് ഒക്കെ വിട്ട് കളഞ്ഞ് എനിക്കിനി ഇതൊന്നും ഉണ്ടാവാൻ പോകുന്നില്ല, എൻ്റെ ജീവിതത്തിൽ ഇനി ഇങ്ങനെ സന്തോഷങ്ങളൊന്നും ഉണ്ടാവില്ല, ഞാൻ പുതിയൊരു ജീവിതം ഉണ്ടാക്കാൻ പോവുകയാണ്. അപ്പോൾ ആ ഒരു രീതിയിലായിരിക്കും ഞങ്ങൾ ഉണ്ടാവുക എന്നൊക്കെയുള്ള ചിന്തയിലായിരിക്കും പിന്നീട് നമ്മൾ ഉണ്ടാവേണ്ടത്. അങ്ങനെ ഇല്ലെങ്കിൽ മനസ്സിന് ഭയങ്കരമായിട്ട് വേദനിപ്പിക്കും. പിന്നെ വീട്ടിൽ നമുക്ക് എല്ലാ ഭക്ഷണവും മിക്കവാറും നമുക്കെല്ലാം ഭക്ഷണം ഉണ്ടാക്കി തരും, ഡ്രസ്സ് കഴുകി തരും, അങ്ങനെ എല്ലാ കാര്യങ്ങളും നമ്മളല്ല ചെയ്യാറ്. നമ്മൾ സഹായിക്കാനായിട്ട് നമ്മുടെ വീട്ടിൽ പലരും ഉണ്ടാവും. അപ്പോൾ ആ ഒരു സഹായങ്ങളൊന്നും പിന്നീട് ഉണ്ടാവില്ല എന്ന് മനസ്സിലാക്കുമ്പോൾ അതിനൊക്കെ ഒറ്റയ്ക്ക് നമ്മളെല്ലാ കാര്യങ്ങളും ഇനി നമ്മൾ ഒറ്റയ്ക്കാണ് ചെയ്യേണ്ടത്. പ്രധാനമായിട്ടും നമ്മൾ ചെയ്യേണ്ട വരിക ചോറ് തൊട്ട് അവിടെ ക്ലീനിങ് വരെ. അതിപ്പോൾ ബാത്റൂമൊന്നും ക്ലീൻ ചെയ്തില്ലെങ്കിൽ അതിൻ്റെ പ്രശ്നങ്ങൾ പിന്നീട് വലിയതായിട്ട് വരും. അപ്പോൾ മടി പിടിച്ച് അവിടെ ഇരുന്ന് കഴിഞ്ഞു കഴിഞ്ഞാൽ വീണ്ടും വീണ്ടും ആ ബാത്റൂമിലെ ഇതും അതുപോലെ കിച്ചണിലൊക്കെ ക്ലീനിങ് ഇല്ലാതാവുമ്പോൾ അത് വലിയ പ്രതിസന്ധിയിലേക്ക് കാര്യങ്ങളാവും. അത് വലിയ ദോഷത്തിലേക്ക് കാരണമാവും. അപ്പോൾ ക്ലീനിങ്ങിനുള്ള കാര്യങ്ങളും ബേസിക്കായിട്ട് ഫുഡ് ഉണ്ടാക്കാനും എല്ലാം ഒരു പ്രിപ്പറേഷൻ കഴിഞ്ഞിട്ട് മാത്രമേ അങ്ങോട്ട് പോകാൻ പാടുള്ളൂ. അപ്പോൾ ക്ലീനിങ്ങിനെ കുറിച്ചാണ് നമ്മൾ പറഞ്ഞു നിർത്തിയത്. ക്ലീനിങ് ഒരു വലിയ ഇമ്പോർട്ടൻ്റ് ആയ കാര്യമാണ്. ഭക്ഷണം പാകം ചെയ്യാൻ മാത്രം പഠിച്ചിട്ട് കാര്യമില്ല. എങ്ങനെ ക്ലീൻ ചെയ്യണം, എങ്ങനെ ഒരു വീട് മെയിൻറ്റെയിൻ ചെയ്യണം, എല്ലാത്തിനും നമ്മൾ തന്നെയുള്ളൂ. ഒറ്റയ്ക്ക് എല്ലാ കാര്യം ചെയ്യണം. അങ്ങനെ മനസ്സിനെ പ്രിപ്പയർ ചെയ്തിട്ട് വേണം അങ്ങോട്ട് പോകാനായിട്ട്. ഇനി അടുത്ത കാര്യം എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ, നമ്മുടെ ജീവിതത്തിലെ ഒരുപാട് കാര്യങ്ങൾക്ക് നമ്മൾ മറ്റുള്ളവരെ സഹായം തേടാറുണ്ട്. അതായത് വഴിയിൽ പോകുമ്പോൾ മറ്റുള്ളവരെ സഹായം ഉണ്ടാവും, കോളേജിൽ പോകുമ്പോൾ ഒപ്പമുള്ള സ്റ്റുഡൻസിന്റെ സഹായങ്ങളൊക്കെ നമുക്ക് നേടാറുണ്ട്. പക്ഷെ ഈ യൂറോപ്പിലൊക്കെ പോയി കഴിഞ്ഞാൽ അവിടെയുള്ള ആൾക്കാർ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ കൂടുതലും ഇൻഡിപെൻഡന്റ് ആയി അവരുടെ കാര്യങ്ങൾ നോക്കി അവരുടെ കാര്യം മാത്രം നോക്കി നടക്കുന്ന ആൾക്കാരായിരിക്കും. അപ്പോൾ നമ്മളെ സംബന്ധിച്ചാണെങ്കിൽ നമുക്ക് എല്ലാവരുടെയും സഹായങ്ങൾ കിട്ടാറുണ്ട്. അപ്പോൾ അതും ചുറ്റുപാടിൽ നിന്നും നമുക്കൊരു സഹായവും ഇനി കിട്ടാൻ പോകുന്നില്ല എന്ന് വിചാരിച്ചുറപ്പിക്കുക. പക്ഷെ നമ്മളെപ്പോലെ മലയാളികൾ അവിടെ ഉണ്ടെങ്കിൽ അവരുടെ സഹായം ചിലപ്പോൾ നമുക്ക് കിട്ടിയേക്കാം. പക്ഷെ കിട്ടിയില്ലാത്തൊരവസ്ഥയാണ് അധികം ആളുകൾ ഇല്ലാത്ത സ്ഥലത്തേക്കാണ് പോകുന്നതെങ്കിൽ, അല്ലെങ്കിൽ യൂറോപ്യൻസ് മാത്രമുള്ള സ്ഥലത്തേക്കാണ് പോകുന്നതെങ്കിൽ നമുക്കത് ഭയങ്കരമായിട്ട് ബുദ്ധിമുട്ടിക്കും. ഇതൊക്കെ നമ്മുടെ മെൻ്റൽ ഹെൽത്തിനെ ഭയങ്കരമായിട്ട് ബാധിക്കും. സ്വാഭാവികമായിട്ടും ഇനി എന്ത് ചെയ്യണമെന്നറിയാതെ നമ്മൾ പകച്ചു പോകും. തിരിച്ച് നാട്ടിലേക്ക് വന്നാൽ നമ്മൾ ചിലവാക്കിയ പൈസ പോയി നോക്കും. അപ്പോൾ ഈ ഒരു സമയത്ത് നമ്മൾ മനസ്സിലാക്കേണ്ടത്, കുറച്ച് സമയം ചിലപ്പോൾ പിന്നെ മഞ്ഞുകാലമായി കഴിഞ്ഞാൽ, അടുത്ത കാര്യം എന്ന് പറഞ്ഞാൽ മഞ്ഞുകാലമായി കഴിഞ്ഞാൽ ചിലപ്പോൾ വീട്ടിൽ നിന്ന് പുറത്തേക്ക് ഇറങ്ങേണ്ട ഒരു പോകാൻ പറ്റിയെന്ന് വരില്ല. അപ്പോൾ വീട്ടിൽ തന്നെ ഇരിക്കേണ്ടി വരും. അപ്പോൾ നമുക്ക് പാർട്ട്ണർ ഇല്ലാന്ന് വിചാരിക്കുക, കല്യാണം കഴിഞ്ഞിട്ടല്ല നമ്മൾ പോകുന്നത്. രണ്ടാമത്തെ കാര്യം, നമുക്ക് സുഹൃത്തുക്കൾ ഇല്ലാന്ന് വിചാരിക്കുക, ഒറ്റപ്പെട്ടിരിക്കുന്ന ഒരു അവസ്ഥയുണ്ടാവും. അപ്പോൾ ഈ ഒരു അവസ്ഥയിൽ നമ്മൾ എന്ത് ചെയ്യണം? നമ്മുടെ മെൻ്റൽ ഹെൽത്ത് പതിയെ പതിയെ നശിച്ചുകൊണ്ടിരിക്കും. അപ്പോഴാണ് ഞാൻ നേരത്തെ പറഞ്ഞ പോലെ നമ്മൾ സ്വാഭാവികമായിട്ടും ഒരു ഡോക്ടറുടെ സഹായം തേടേണ്ടി വന്നാൽ അത് തേടുക തന്നെ വേണം. മാനസിക രോഗങ്ങൾ ഒരുപാട് വരാൻ സാധ്യതയുള്ള ഒരു അവസ്ഥയാണ്. ഇപ്പം ഒരുപാട് പേർക്ക് അവിടെ അങ്ങനെ ഒരു അവസ്ഥയും സംഭവിച്ചിട്ടുണ്ടെന്നാണ് അറിയാൻ കഴിയുന്നത്. അപ്പോൾ അതൊക്കെ ശ്രദ്ധിക്കേണ്ട കാര്യമാണ്. എന്താണ് നിങ്ങൾക്ക് ഇതിനെപ്പറ്റി പറയാനുള്ളത്? നിങ്ങൾ പുറത്തേക്ക് പോകാൻ ആഗ്രഹിക്കുന്നുണ്ടോ? ഇതൊക്കെ ഓക്കെ ആണെങ്കിൽ, നിങ്ങൾക്ക് ഇതൊക്കെ കംഫർട്ടബിൾ ആണെങ്കിൽ എന്തായാലും നിങ്ങൾക്ക് പോകാം. അല്ലാതെയും ഗതികേടുകൊണ്ട് പോകുന്നവരുണ്ടാവും. എന്തായാലും പോകണമെന്നവർ പോട്ടെ. പക്ഷേ പോകുമ്പോൾ ഇതൊക്കെ മനസ്സിലാക്കി പഠിച്ച് വൃത്തിയിൽ കാര്യങ്ങളൊക്കെ ഒരുക്കി ഒതുക്കി വേണം അങ്ങോട്ട് പോകാനായിട്ട് എന്നൊക്കെയാണ് എനിക്ക് പറയാനുള്ളത്. അപ്പം നിങ്ങളുടെ അഭിപ്രായം എന്താണ്? പോയവരുണ്ടാവും, അവരുടെ കമൻറ്റുകൾ താഴെ രേഖപ്പെടുത്തുക. മറ്റൊരു വീഡിയോ നമുക്ക് വീണ്ടും കാണാം.